പത്മകുമാറിന് വലിയ റോളുണ്ട് ഇക്കാര്യത്തിൽ. 3 കേസിലെയും പ്രതിയാവും. അങ്ങനെയെങ്കിൽ പണം വാങ്ങിച്ച ഇവർക്ക് മുകളിലുള്ള ദേവസ്വം ബോർഡിലെ മന്ത്രി ഉൾപ്പെടെയുള്ളവരും ഇപ്പം കൃത്യമായി ഒരു നിഴലിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം അവരുടെ ആരെങ്കിലും പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരും ഈ കേസിലേക്ക് അറസ്റ്റിലാവും. അതും വിജിലൻസ് ആംഗിളിൽ മാത്രമല്ല, സ്വർണ്ണത്തട്ടിപ്പ് കേസിനകത്തും പ്രതിയാകും. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ കേസുകൾ ഇവരെല്ലാം പ്രതിയാകുകയും ചെയ്യും. റിമാൻഡ് ഇപ്പം വിജിലൻസ് കോടതിയിലേക്ക് ആയിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. കാരണം അവിടെ ഹാജരാക്കുന്നതുകൊണ്ട് വിജിലൻസ് ആംഗിളിലുള്ള ഒരു റിമാൻഡായിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വിജിലൻസ് കോടതികളെ പണം വാങ്ങിച്ചു തട്ടിപ്പ് നടത്തിയ കേസ് പബ്ലിക് സർവൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള ശിക്ഷയായതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അതേ സമയത്ത് ആ റിമാൻഡ് ആപ്ലിക്കേഷനിലെ ശബരിമലയിലെ തട്ടിപ്പ് കേസിനകത്ത് ഇവിടെ പ്രതിയാക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്.